എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വിജയവും ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ സ്വപ്നങ്ങൾക്ക് തടയിടുന്ന ചില ടോക്സിക് ഹാബിറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നുകൂടാറുണ്ട്. ഈ ശീലങ്ങൾ ചെറുതാണെങ്കിലും കാലക്രമേണ അവ നമ്മുടെ മാനസികാരോഗ്യത്തെയും ബന്ധങ്ങളെയും ലക്ഷ്യങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളവയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉടൻ തന്നെ ഒഴിവാക്കേണ്ട 5 ടോക്സിക് ഹാബിറ്റ് ശീലങ്ങളെ കുറിച്ചാണ്. ഈ 5 കാര്യങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉറപ്പാണ്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട ശീലങ്ങളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശീലം, വിക്ടിം മെന്റാലിറ്റി അഥവാ ഇരയുടെ മാനസികാവസ്ഥ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് കാലാവസ്ഥ മോശമായാലും ഓഫീസിലെ തിരക്കാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളായാലും എന്തിനും ഏതിനും പരാതി മാത്രമായിരിക്കും. ഇങ്ങനെ നിരന്തരം പരാതി പറയുന്നതിലൂടെ നിങ്ങൾ സ്വയം ഒരു നെഗറ്റീവ് വലയത്തിലേക്ക് കുടുങ്ങുകയാണ്. മാത്രമല്ല, ഇത് നിങ്ങളെ കേൾക്കുന്നവരുടെ ഊർജം കൂടി ഇല്ലാതാക്കും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് സ്വയം ചോദിക്കുക. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാൾക്കോ സാഹചര്യങ്ങൾക്കോ വിട്ടുകൊടുക്കാതിരിക്കുക. ഓരോ തവണ പരാതി തോന്നുമ്പോഴും പകരം നന്ദിയുള്ള ഒരു കാര്യം ഓർക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വളർച്ചയെ തടയുന്ന രണ്ടാമത്തെ ഒരു ശീലമാണ് നാളത്തേക്ക് മാറ്റിവെക്കൽ അഥവാ പ്രൊക്രാസ്റ്റിനേഷൻ. പിന്നീട് ചെയ്യാം, നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം വൈകിപ്പിക്കും. ഈ ശീലം കാരണം സമയനഷ്ടം മാത്രമല്ല, മനസ്സിന്റെ പിരിമുറുക്കം അതായത് സ്ട്രെസ് കൂടുകയും ചെയ്യും. എങ്ങനെ ഇത് മാറ്റാമെന്ന് നോക്കാം. വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക എന്നതാണ് ഇതിൽ ചെയ്യാനുള്ള ഒരു കാര്യം. ഉദാഹരണത്തിന്, ഒരു പുസ്തകം മുഴുവൻ വായിക്കുന്നതിന് പകരം ഇന്ന് 10 പേജ് വായിക്കുക. ഒരു കാര്യം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയത്തിനായി കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങുക. ആദ്യത്തെ 5 മിനിറ്റ് മാത്രം ആ ജോലിയിൽ ശ്രദ്ധ കൊടുക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക എന്നതും പ്രധാനമാണ്. 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് അത് സ്വയം ചെയ്യാനുള്ള കഴിവ് കിട്ടും. സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുക എന്നതാണ്. കമ്പയറിംഗ് യുവർ സെൽഫ് ടു അതേഴ്സ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഇത് വളരെ വ്യാപകമാണ്. മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം കണ്ട് നമ്മുടെ ജീവിതം മോശമാണെന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കും. ഓർക്കുക, എല്ലാവരുടെ യാത്രകൾ വ്യത്യസ്തമാണ്. നിങ്ങൾ കാണുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ശീലം എങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ശ്രദ്ധ പുറത്തുള്ളവരിലേക്ക് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ അതായത് യുവർ ഓൺ ഗ്രോത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞ വർഷത്തെ നിങ്ങളും ഇന്നത്തെ നിങ്ങളും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് മാത്രം പരിശോധിക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ ചെറുതാണെങ്കിൽ പോലും ആഘോഷിക്കുക. താരതമ്യം സന്തോഷം കവർന്നെടുക്കുമെന്ന സത്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. നോ പറയാൻ മടിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ശീലം നിർത്തുക. ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായത് പീപ്പിൾ പ്ലീസിങ് നല്ലതായി തോന്നാമെങ്കിലും ഇത് നിങ്ങളുടെ സമയവും ഊർജവും കവർന്നെടുക്കും. നിങ്ങളുടെ സമയത്തിനും മാനസികാരോഗ്യത്തിനും വില കൽപ്പിക്കാൻ പഠിക്കണം. നിങ്ങൾ അനാവശ്യമായി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് മാന്യമായി നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ അതിരുകൾ വ്യക്തമാക്കിയാൽ നിങ്ങളെ ബഹുമാനിക്കുന്നവർ അത് അംഗീകരിക്കും. പഴയ കാര്യങ്ങളോർത്ത് സ്വയം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ നല്ല കാര്യങ്ങളോർത്ത് ഇന്ന് വിഷമിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ തന്നെ ഇല്ലാതാക്കും. പാസ്റ്റ് എന്നതൊരു പാഠമാണ്, അല്ലാതെ ഒരു താമസ സ്ഥലമല്ലെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, എന്നിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഈ നിമിഷത്തിൽ അതായത് പ്രസന്റ് മൊമെന്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതിനായി മെഡിറ്റേഷൻ പോലുള്ള ലളിതമായ കാര്യങ്ങൾ പരിശീലിക്കാൻ ശ്രമിക്കുക.